നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ 157 പേർക്ക് ദാരുണാന്ത്യം എന്ന റിപ്പോർട്ട്. 133 ഇന്ത്യക്കാരടക്കം 400-ലധികം പേരെ കാണാതായിട്ടുണ്ട്. റസുവ, നുവാകോട്ട്, ദാദിങ് ജില്ലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ജലവൈദ്യുത പദ്ധതികളും ദുരന്തം പൂർണ്ണമായും തകർത്തു. അതേസമയം പ്രളയ ഭീഷണിയുള്ളതിനാൽ അതിർത്തി സംസ്ഥാനങ്ങളായ ബീഹാറും ഉത്തർപ്രദേശും അതീവ ജാഗ്രതയിലാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുനിൽ അരുമാനൂർ കൂടി ചേരുന്നുണ്ട്. സുനിൽ, ആ ദൃശ്യങ്ങളടക്കം നേപ്പാളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ വളരെ ഭയാനകമായ ഭീതി ഉണർത്തുന്ന ദൃശ്യങ്ങളാണ്. ഇന്ത്യക്കാരുൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിലെ രക്ഷാപ്രവർത്തനം അടക്കം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് നേപ്പാളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? നേപ്പാളിനെ ദുരന്ത ഭൂമിയാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ദുരന്ത ഭൂമിയാക്കിക്കൊണ്ടുള്ള ഒരു മിന്നൽ പ്രളയമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നേപ്പാളിൽ നടന്നത്. ഈ മിന്നൽ പ്രളയത്തിൽ വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം 157 പേർ മരിച്ചതായിട്ടാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണം ഇനിയും ഉയരും എന്നുള്ള സൂചനയാണ് നേപ്പാൾ ഭരണകൂടം നൽകുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കാരണം ഈ അവധിക്കാലമായതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയും റഷ്യ അടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ഏറെയും ഈ നേപ്പാളിൽ എത്തിയിട്ടുള്ളത്. കൈലാസ യാത്രയുമായി ബന്ധപ്പെട്ട് എത്തിയവരാണ് ഇവരിലധികവും. 750-ലധികം വിനോദസഞ്ചാരികളെ കാണാനില്ല എന്നാണ് നേപ്പാൾ ഇപ്പോൾ നൽകുന്ന പുറത്തുവിടുന്ന വിവരം. ഇതിൽ 140ഓളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ഇന്നലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. കാരണം പെട്ടെന്ന് ഈ ജലനിരപ്പ്, നദിയുടെ ജലനിരപ്പ് ടിബറ്റൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഫോർട്ടെ കോഷി നദിയുടെ ജലനിരപ്പ് ഉയരുകയും വലിയ രീതിയിൽ പ്രളയജലം ഒലിച്ചു വന്ന, മിന്നൽ പ്രളയം ഒലിച്ചു വന്ന വൻ കെട്ടിടങ്ങളും പാലങ്ങളും തകരുന്ന ഒരു കാഴ്ചയാണ് നേപ്പാളിൽ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ വൈദ്യുത ബന്ധം പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേപ്പാൾ എത്തിയിട്ടുള്ളത്. കാരണം ചെറിയ വൈദ്യുത പവർ സ്റ്റേഷനുകളൊക്കെ ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി എന്നുള്ള വിവരവും നേപ്പാൾ കൈമാറുന്നുണ്ട്. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഏറെ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ടിബറ്റൻ നേപ്പാളിൻ്റെ ബോർഡർ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. എന്നാലും ഇന്ന് ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ വിവിധ വിമാനങ്ങൾ ഇന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കാളികളാകും എന്നുള്ള വിവരവും എയർഫോഴ്സ് അധികൃതർ തന്നെ പുറത്തുവിടുന്നുണ്ട്. വലിയ പാറക്കഷ്ണങ്ങൾ ഒഴുകി വന്നാണ് വലിയ രീതിയിലുള്ള അപകടമുണ്ടായത്. ഇന്നലെ തന്നെ CCTVയിൽ ആ ദൃശ്യങ്ങൾ, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപകടത്തിൻ്റെ തീവ്രതയും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്ന തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ ഇന്നലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് പല സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ്, ദുരന്ത ഭൂമിയായി നേപ്പാളിനെ മാക്കിയ മിന്നൽ പ്രളയമാണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളതാണ്. ഇന്ന് കൂടുതൽ വിവരങ്ങൾ, ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത നാശനഷ്ടവും അതിലേറെ ദുരന്ത ഭൂമിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 157 മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ള വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് രാവിലെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്.